പാളിപ്പോയൊരു ഇഫ്താർ വരുന്നു. പാളിപ്പോകാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ വ്ലോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇഫ്താർ വരുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നൊരു കിംവദന്തി കേട്ടിട്ട് ഒരു കൂട്ടം പെൺകുട്ടികൾ ചാടി ഓടി പുറപ്പെട്ടു. എന്നിട്ട് എന്താ കഥ? അവിടെ ചെന്നപ്പോ എല്ലാം തീർന്നു. പക്ഷെ തളരരുത് രാമൻകുട്ടിയെ, തളരരുത്. നമ്മളങ്ങനെ തോറ്റു പിൻവാങ്ങാൻ പാടുണ്ടോ? പിന്നെയും പലയിടത്ത് പോയി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്താ വന്നല്ലേ, ചായയൊക്കെ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് പിന്നെ അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് 10 നാട്ടുകാരെയൊക്കെ കണ്ട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ദുഃഖാൻ ബർഗേഴ്സിന്റെ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് അവിടെ പോയി 2 ബർഗർ അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോയപ്പോ താഴെ കിടക്കുന്നടാ ഇന്ന കടയേ ഇല്ല. അപ്പോഴേക്കും പിന്നെ നമുക്ക് കൂട്ടിക്കയറാൻ സമയമായല്ലോ. പിന്നെ ചാടി ഓടി ഹോസ്റ്റലിലെത്തി. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. പിന്നെ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏത് നമ്മൾ സർപ്രൈസ് ഒക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ നിങ്ങളിതൊക്കെ ഓർത്തിരുന്നോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു ആൾക്ക്. കാരണം രാവിലെ തൊട്ട് ഒരു ബർത്ത്ഡേ വിഷ് പോലും ചെയ്ത ക്രൂരരായിരുന്നു ഞങ്ങൾ. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ സർപ്രൈസ് കൊടുത്ത ആളെ ഞെട്ടിച്ചു. ആളും ഞങ്ങളെ ഞെട്ടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. പിന്നെ കേക്കായി, ക്യാൻഡിലായി, ബർത്ത്ഡേ സെലിബ്രേഷനായി, ബഹളമായി, അലപ്പായി, ബഹളമായി, അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ദിവസം. പിന്നെ ഡേ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീൽ എടുക്കാതിരുന്നാൽ എങ്ങനെയാണ്? പിന്നെ ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ആ ദിവസം അങ്ങ് എൻഡ് ചെയ്തു. ഓക്കെ, ബൈ.